ഇന്നത്തെ അറിയിപ്പുകൾ. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ തസ്തികകളിലേക്കുള്ള നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനായി അപേക്ഷ ക്ഷണിച്ച യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 2026 ജൂൺ 12 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. തസ്തികകൾ, യോഗ്യതാ മാനദണ്ഡങ്ങൾ, പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യതകൾ, അപേക്ഷ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയ വിശദമായ വിവരങ്ങൾ കമ്മീഷൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ 8 ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഞായറാഴ്ച വരെ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാ സൗകര്യം ശക്തിപ്പെടുത്താൻ ഗ്രാമവണ്ടി പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനം. KSRTCയെ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേക റിസർച്ച് വിങ്ങും ഹരിത ഇന്ധന പദ്ധതികളും ആരംഭിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഗ്രാമവണ്ടി പദ്ധതി കൂടുതൽ വ്യാപകമാക്കാൻ സർക്കാർ തീരുമാനം. ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന KSRTC അവലോകന യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. KSRTCയുടെ സാമ്പത്തിക സ്ഥിതിയും ദൈനംദിന പ്രവർത്തനങ്ങളും നവീകരണ സാധ്യതകളും പഠിക്കുന്നതിനായി വിദഗ്ധരെ ഉൾപ്പെടുത്തി പ്രത്യേക റിസർച്ച് വിങ് ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി. ശബരിമല മണ്ഡലകാല സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള ഹരിത ഇന്ധന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗത സംവിധാനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ജനകീയവും ആധുനികവുമായ പൊതുഗതാഗത സംവിധാനമായി KSRTCയെ മാറ്റിയെടുക്കുന്നതിനുള്ള സമഗ്ര നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. അതേസമയം KSRTCയിലെ ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾ സമർപ്പിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ഒഴിവുകളിലേക്ക് PSC മുഖേന നിയമന നടപടികൾ ആരംഭിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം CMRL നിന്നും പണം കൈപ്പറ്റിയ മറ്റു വ്യക്തികളിലേക്കും മന്ത്രിസഭാംഗങ്ങളിലേക്കും നീളുമെന്നാണ് സൂചനകൾ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടുതൽ നിർണായക ഘട്ടത്തിലേക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ കേന്ദ്രീകരിച്ചിരുന്ന അന്വേഷണം CMRL നിന്നും പണം കൈപ്പറ്റിയ മുഴുവൻ പേരിലേക്കും വ്യാപിപ്പിക്കാനാണ് ED നീക്കം. മന്ത്രിസഭയിലെ ചില അംഗങ്ങളും അന്വേഷണ പരിധിയിലുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് വീണയും പിണറായി വിജയനും താമസിക്കുന്ന വീട് ഉൾപ്പെടെ 12ഓളം കേന്ദ്രങ്ങളിൽ ഇന്നലെ ED റെയ്ഡ് നടത്തിയിരുന്നു. പരിശോധനയിൽ നിരവധി രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തതായും റിപ്പോർട്ടുണ്ട്. വീണയുടെ 3 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. CMRLന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും വിശദമായി പരിശോധിക്കാനാണ് ED തീരുമാനം. നേരത്തെ പിടിച്ചെടുത്ത ഡയറികളിൽ നിന്നും ചില ചുരുക്കപ്പേരുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് സൂചന. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ടവർക്ക് സമൻസ് അയച്ച് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനാണ് ED ആലോചിക്കുന്നത്. ആദ്യഘട്ടത്തിൽ CMRL ഉദ്യോഗസ്ഥരെയാണ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സമീപകാല സംഘർഷ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണയ്ക്ക് ഉടൻ തന്നെ സമൻസ് നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.